കേന്ദ്രത്തിൽ മൂന്നാമതും ബി.ജെ.പി. അധികാരത്തിലെത്തുമെന്ന കാര്യത്തിൽ സംശയമില്ലെന്ന വാദവുമായി എത്തിയിരിക്കുകയാണ് ബി.ജെ.പി. ദേശീയ ഉപാധ്യക്ഷൻ എ.പി. അബ്ദുള്ളക്കുട്ടി. മോദിയുടെ സ്വപ്നം പോലെ തന്നെ 400-ലേറെ സീറ്റുകൾ ലഭിക്കണമെന്നാണ് ആഗ്രഹമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി യു.പിയിലെത്തിയ നേതാവ് ഒരു പ്രമുഖ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ബി.ജെ.പിയുടെ വിജയം പ്രവചിച്ച് പ്രതികരിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 2 ദിവസമായി വാരണാസിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് വേണ്ടിയുള്ള പ്രചരണത്തിലായിരുന്നു നേതാവ്. ഹർ ദിൽ മേ മോദി ഹേ എന്നാണ് അവിടുത്തെ ചുവരെഴുത്തെന്നും എല്ലാവരുടെയും ഹൃദയത്തിൽ മോദിയാണ് എന്നതാണ് അതിനർത്ഥമെന്നും പറയുകയാണ് അബ്ദുള്ളക്കുട്ടി. അതേസമയം വാരണാസിയിലെ പള്ളിയിലായിരുന്നു ഇന്നലെ ജുമാ നമസ്കാരത്തിന് താൻ പങ്കെടുത്തത്. അപ്പോൾ അവിടുത്തെ ഇമാം പറയുകയാണ്, ഹജ്ജ് കമ്മിറ്റി ചെയർമാനല്ല, വേണമെങ്കിൽ ഖുതുബക്ക് മുൻപ് അബ്ദുള്ളക്കുട്ടി 2 മിനിറ്റ് സംസാരിച്ചോളൂ എന്ന്. ഇലക്ഷൻ നിയമത്തിന് ചേരാത്തതായതിനാൽ ഞാൻ അത് നിരസിച്ചു. യഥാർത്ഥത്തിൽ വാരണാസിയിലും യു.പിയിലാകെയും മുസ്ലിങ്ങൾക്കിടയിൽ വലിയ മാറ്റമുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരുപാട് മുസ്ലിം സ്ത്രീകൾ ഞങ്ങളെ സ്വീകരിക്കാനുണ്ടായിരുന്നു. കേരളത്തിൽ നടക്കുന്ന പ്രചരണം ബി.ജെ.പി. വലിയ വിജയം നേടില്ല എന്നതാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഫലം നോക്കിയാൽ 252 സീറ്റിൽ തന്നെ 50% വോട്ട് നേടിയാണ് വിജയിച്ചത്. വാദത്തിനു വേണ്ടി തരംഗമില്ലെന്ന് പറഞ്ഞാലും ബി.ജെ.പി. ജയിച്ചു വരും എന്നതിൽ സംശയമില്ലെന്നും എ.പി. അബ്ദുള്ളക്കുട്ടി പറയുന്നുണ്ട്. പ്രധാനമന്ത്രിയുടെ പല പരാമർശങ്ങളും തെറ്റായി വ്യാഖ്യാനിക്കപ്പെടുകയാണ്. ഭരണഘടനയെ മുൻനിർത്തി തന്നെയാണ് അദ്ദേഹം കോൺഗ്രസിന്റെ പ്രീണന രാഷ്ട്രീയത്തിനെതിരെ സംസാരിക്കുന്നത്. ഞങ്ങളുടെ മുദ്രാവാക്യം സബ്കാ സാത്ത് സബ്കാ വികാസ് എന്നതാണ്. എല്ലാവരെയും ഒരുപോലെ കാണുന്ന നേതാവാണ് മോദി. ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ എന്ന നിലയിൽ 3 വർഷത്തെ എന്റെ അനുഭവം അതാണ്. സത്യത്തിൽ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ പോലും ആഗ്രഹിക്കാത്ത വിധത്തിലുള്ള പ്രീണനവും ലാളനവുമാണ് കോൺഗ്രസ് നടത്തുന്നത്. ഭരണഘടന അനുസരിച്ച് എല്ലാവരെയും ഒരുപോലെ കാണണം. മോദിയുടെ പരാമർശങ്ങളെ വിദ്വേഷ പ്രസംഗങ്ങൾ എന്ന് വ്യാഖ്യാനിക്കുന്നതാണ്. കൂടുതൽ കുട്ടികളുള്ള ആളുകൾക്കാണോ സ്വത്ത് ഭാഗിച്ചു കൊടുക്കേണ്ടത് എന്ന പരാമർശം ജനസംഖ്യയുടെ പ്രശ്നമാണ് ഉദ്ദേശിച്ചത്. പ്രധാനമന്ത്രി മുസ്ലിങ്ങൾക്കെതിരല്ലെന്നും എ.പി. അബ്ദുള്ളക്കുട്ടി അവകാശപ്പെടുന്നുണ്ട്. ഏതായാലും മോദിക്ക് വേണ്ടി രാവും പകലും നേതാവ് കഷ്ടപ്പെടുന്നുണ്ട് എന്ന് ചുരുക്കം. ഇത്രയൊക്കെ ത്യാഗം ചെയ്യണ നേതാവിനെ ഏതായാലും മോദി കൈയൊഴിയുകയില്ല. അതേസമയം 3ാം തവണയാണ് മോദി വാരണാസിയിൽ മത്സരിക്കുന്നത്. അതായത് ബി.ജെ.പിയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി 2014 വാരണാസിയിൽ നിന്ന് ആദ്യമായി മത്സരിച്ച പ്രധാനമന്ത്രി മോദി ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 7ാമത്തെയും ഘട്ടത്തിൽ ജൂൺ 1 വോട്ടെടുപ്പ് നടക്കുന്ന സീറ്റിൽ നിന്ന് തുടർച്ചയായി 3ാം തവണയും ജനവിധി തേടുകയാണ്. ദിവസങ്ങൾക്ക് മുൻപ് ബി.ജെ.പി. ഭരിക്കുന്ന 12 സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്ന വേദിയിൽ പ്രധാനമന്ത്രിക്കൊപ്പം എത്തിയിരുന്നു. കൂടാതെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, ആഭ്യന്തരമന്ത്രി അമിത്ഷാ എന്നിവരുൾപ്പെടെ നിരവധി കേന്ദ്രമന്ത്രിമാരും വിവിധ NDA സഖ്യകക്ഷികളുടെ അധ്യക്ഷന്മാരും ചടങ്ങിൽ പങ്കെടുത്തിരുന്നു.